ഹലോ ഗേസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് രാവിലെ 6:30 മണിയായിട്ടുണ്ട് കേട്ടോ. ഞാനും അമ്മയും പൊന്നൂട്ടിയും കൂടെ അമ്മയ്ക്ക് ബ്ലഡ് ടെസ്റ്റിന് വേണ്ടിയിട്ട് വന്നതാണ്. 3 പേരും ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വന്നതാണ്. അതുകൊണ്ടാണ് എല്ലാവരെയും കോലങ്ങളൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത്. അമ്മയ്ക്ക് തൈറോയിഡൊക്കെ ഉണ്ട്. ഏകദേശം 1 വർഷത്തിൽ കൂടുതലായി ബ്ലഡ് ടെസ്റ്റൊക്കെ ചെയ്തിട്ട് ഇന്ന് ചെയ്യാം നാളെ ചെയ്യാമെന്ന് മാറ്റി വെച്ച് ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ പൊന്നൂട്ടിയെ രാവിലെ ഉറക്കത്തിൽ നിന്നൊക്കെ എഴുന്നേൽപ്പിച്ച് കൊണ്ട് വച്ചേക്കുവാണ്. പൊന്നൂട്ടി 8 മണിയാണ് ഇപ്പം വെക്കേഷനായിട്ട് പൊന്നൂട്ടിയുടെ സമയം. 8 മണിക്ക് എഴുന്നേൽക്കുള്ളൂ. പൊന്നൂട്ടിക്ക് നല്ല ഉറക്കക്ഷീണമൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് വീട്ടിൽ വന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് പൊന്നൂട്ടിക്ക് സ്കൂളിൽ UKG-യിലേക്കുള്ള ടെക്സ്റ്റും നോട്ട്ബുക്കും യൂണിഫോമൊക്കെ മേടിക്കാൻ വേണ്ടി പോവുകയാണ്. ഇതിപ്പം സ്കൂള് ഓപ്പൺ ആവാറായി. പക്ഷേ ഏപ്രിൽ ലാസ്റ്റും മെയ് ഫസ്റ്റൊക്കെ ഓരോ ഡേറ്റ് ഇട്ടിരുന്നു ടെക്സ്റ്റ് മേടിക്കാൻ. ഫസ്റ്റ് ഡേറ്റ് ഇട്ട ദിവസം ഞങ്ങൾ ഇവിടെ ഇല്ലായിരുന്നു, കടയ്ക്കലായിരുന്നു. സെക്കൻഡ് ഡേറ്റ് ഇട്ട ദിവസം പൊന്നൂട്ടിക്ക് 5 വയസ്സിൻ്റെ വാക്സിനേഷനൊക്കെ എടുത്തിട്ട് പനിയായിട്ട് കിടക്കുമായിരുന്നു. അപ്പോൾ ഇന്നാണ് ലാസ്റ്റ് ഡേറ്റ് അവർ ഇട്ടേക്കുന്നത്. പിന്നെ കുട്ടികളെയും കൊണ്ട് ചെല്ലണം, കാരണം അവർക്ക് LKG-യിലെ യൂണിഫോം അല്ല UKG-യിൽ യൂണിഫോം ചേഞ്ച് ആവുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഇട്ട് നോക്കി സൈസ് ആക്കുന്നതിന് വേണ്ടിയിട്ട് കുട്ടികളെയും കൂടെ കൊണ്ട് ചെല്ലണം. ഇല്ലെങ്കിൽ ഞാൻ മാത്രം പോയി മേടിച്ചാൽ മതിയായിരുന്നു. കഴിഞ്ഞ വർഷത്തെ യൂണിഫോം ഒരു ബ്ലൂ കളറായിരുന്നു. ഈ വർഷം ഗ്രീനും ക്രീമും കൂടെയാണ്. പക്ഷേ യൂണിഫോം ആർക്കും അത്ര ഇഷ്ടപ്പെട്ടില്ല. കഴിഞ്ഞ വർഷത്തേതായിരുന്നു ഭേദം എന്ന് എനിക്ക് തോന്നുന്നു. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് 2 മിനിറ്റേ ഉള്ളൂ കേട്ടോ പൊന്നൂട്ടിയുടെ സ്കൂളിൻ്റെ അകത്ത് കയറി വീഡിയോ ഒന്നും എടുക്കാൻ പറ്റത്തില്ല. പൊന്നൂട്ടി ഇങ്ങനെ പോകുന്ന വീഡിയോയെ എടുക്കാൻ പറ്റൂ. പൊന്നൂട്ടി വിചാരിക്കുന്നത് ഫ്രണ്ട്സൊക്കെ അവിടെ കാണും എന്നും പറഞ്ഞ് ഭയങ്കര സ്റ്റൈലിനൊക്കെ പോവുകയാണ്. പക്ഷേ അവളെ ഫ്രണ്ട്സ് എല്ലാം ടെക്സ്റ്റും നോട്ട്ബുക്കും എല്ലാം മേടിച്ചിട്ട് പോയി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടുത്തെ ഷോപ്പിംഗ് മാളിലോട്ടൊന്ന് വന്നതാണ്. പൊന്നൂട്ടിക്ക് അടുത്ത വർഷത്തേക്കുള്ള സാധനങ്ങളൊന്നും മേടിച്ചിട്ടില്ല. ബാഗൊക്കെ ഇരിപ്പുണ്ട്. 2 ബാഗ് ഇരിപ്പുണ്ട്. കഴിഞ്ഞ വർഷത്തതും അതിൻ്റെ മുന്നത്തെ വർഷം അവളെ പ്ലേ ക്ലാസ്സിലാക്കാനായിട്ട് കൊണ്ടുപോയതാണ്. അപ്പോൾ 3.5 വയസ്സായിട്ടുണ്ടായിരുന്നു. അവർ പറഞ്ഞ് LKG-യിൽ ഇരുത്താമെന്ന് പറഞ്ഞു. LKG-യിൽ ഇരുത്തി. പക്ഷേ ആ വർഷമായിട്ട് ശ്വാസം മുട്ടും പനിയൊക്കെ ആയിട്ട് ഒരു 3-4-5 മാസമേ അവൾ സ്കൂളിൽ പോയുള്ളൂ. പിന്നീട് ആ വർഷം അങ്ങ് സ്റ്റോപ്പ് ചെയ്തിട്ട് കഴിഞ്ഞ വർഷം ഒന്നുകൂടെ LKG ഇരുത്തി. അപ്പം കഴിഞ്ഞ വർഷം ഒരു ബാഗ് ഏട്ടൻ കൊടുത്ത് വിട്ടിട്ടുണ്ടായിരുന്നു. ആദ്യം LKG ഇരുത്തിയപ്പോൾ ഒരു ബാഗ് കൂടെ മേടിച്ചായിരുന്നു. ആ 2 ബാഗ് ഇരിപ്പുണ്ട്. അതുകൊണ്ട് ഈ വർഷം ബാഗ് മേടിക്കേണ്ട. ഈ വർഷവും ബാഗ് മേടിക്കേണ്ടി വരത്തില്ല, അടുത്ത വർഷവും ബാഗ് മേടിക്കേണ്ടി വരത്തില്ല. പിന്നീട് കുടയും ഇരിപ്പുണ്ട്. ലഞ്ച് ബോക്സ് അങ്ങനെയുള്ളതൊക്കെ ഇരിപ്പുണ്ട്. പിന്നെ വാട്ടർ ബോട്ടിൽ മേടിക്കണം. സ്നാക്സ് കൊണ്ടുപോകാനായിട്ടൊരു ചെറിയ ബോക്സ് മേടിക്കണം. പിന്നെ പൗച്ചൊക്കെ മേടിക്കണം. പിന്നെ എനിക്കും കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണമായിരുന്നു. ഹെയർ സെറമൊക്കെ തീർന്നിരിക്കുകയായിരുന്നു. അതൊക്കെ മേടിച്ച് പൊന്നൂട്ടിക്ക് ഈ വർഷം പൗച്ചേ മേടിക്കുന്നുള്ളൂ. പെൻസിൽ ബോക്സ് കഴിഞ്ഞ വർഷത്തെ പെൻസിൽ ബോക്സ് കൊണ്ടിട്ട് തറയെ കൊണ്ടിട്ട് അത് പൊട്ടിച്ച്. അപ്പോൾ പൗച്ചാകുമ്പം 1-2 വട്ടമൊക്കെ തറയിൽ വീണാലും കുഴപ്പമില്ല. അവൾക്കും പൗച്ച് മതിയെന്ന് പറഞ്ഞ് അതുകൊണ്ട് അതൊക്കെ പൗച്ചേ മേടിക്കുന്നുള്ളൂ, പെൻസിൽ ബോക്സ് മേടിക്കുന്നില്ല. പിന്നീട് വാട്ടർ ബോട്ടിൽ മേടിക്കണം. പിന്നൊന്നും വേണ്ട. പിന്നെ കുറച്ച് ക്രയോൺസും പെൻസിലുകളൊക്കെ ഇരിപ്പുണ്ട്, ഇറേസറും എല്ലാം ഇരിപ്പുണ്ട്. കുറച്ച് ക്രയോൺസൊക്കെ മേടിക്കണം. അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ എല്ലാം കൊണ്ടുവന്നത്. എനിക്കിതൊന്നും മേടിക്കണ്ടായിരുന്നു. പക്ഷേ വരാൻ പറ്റാത്തതുകൊണ്ട് എനിക്കിതെല്ലാം മേടിക്കണം. അല്ലാതെ കാര്യമായിട്ട് വലിയ ഷോപ്പിങ്ങൊന്നും സ്കൂൾ തുറക്കുന്നതിനായിട്ട് വേണ്ട. ഇനി നമുക്ക് യൂണിഫോമിൻ്റെ ഷൂ മേടിക്കണം. കഴിഞ്ഞ വർഷത്തെ സെയിം ഷൂ തന്നെയാണ് യൂണിഫോമിന്. പക്ഷേ അത് ഷൂ ചെറുതായതല്ല, അവളെ കാല് വലുതായി. അതുകൊണ്ട് ഷൂ മേടിക്കണം. അത് ഇവിടെ ഇല്ല. അത് വേറെ ഏതെങ്കിലും ഒരു ഷോപ്പിൽ ചെന്നിട്ട് വാങ്ങിക്കണം. ഇതിപ്പോൾ ഒരു പൗച്ചൊക്കെ എടുത്തിട്ട് നോക്കുകയാണ് കേട്ടോ. നമ്മളെടുത്ത് കൊടുക്കുന്നതൊന്നും അങ്ങോട്ട് ഇഷ്ടപ്പെടത്തില്ല സാറിന്. സാറ് തന്നെ സെലക്ട് ചെയ്ത് അതേ എടുക്കത്തുള്ളൂ. അല്ലാതെ നമ്മളെടുക്കുന്നതൊന്നും ഇഷ്ടപ്പെടത്തില്ല. പിന്നെ കിടന്ന് കരഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് പിന്നെ ഞാൻ അവളുടെ ഇഷ്ടത്തിന് തന്നെ അങ്ങ് മേടിച്ച് കൊടുക്കും. ഇതിപ്പോൾ എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ അവിടെ നല്ല പൗച്ചൊന്നുമില്ല. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷത്തേക്ക് ബാക്കി വന്ന സ്റ്റോക്കുകളൊക്കെ എടുത്തിട്ടേക്കുമായിരിക്കും. എനിക്കിനി വേറെ പൗച്ചിനായിട്ട് വേറെ കടകളിലൊന്നും കയറി ഇറങ്ങാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു നീ അത് തന്നെ എടുത്തോളാൻ പറഞ്ഞ് എടുത്തേക്കുവാണ്. അത്ര ഇഷ്ടപ്പെട്ടില്ല. എന്തായാലും പൗച്ചൊക്കെ 1 വർഷത്തേക്കിനേ ഉള്ളൂ. മുൻപൊരിക്കൽ ലുലുവിൽ പോയപ്പോഴത്തേക്കിനും അവിടെ നല്ല പൗച്ചും വാട്ടർ ബോട്ടിലും എല്ലാം ഉണ്ടായിരുന്നു. അതെല്ലാം എടുത്തിട്ട് ഒരു സാറ്റർഡേ ആയിരുന്നു. അപ്പം നല്ല തിരക്കും ഉണ്ടായിരുന്നു. കൗണ്ടറിൽ ക്യൂ നിന്നിട്ട് കൗണ്ടറിലെത്തിയപ്പോൾ ബില്ലിങ്ങിൻ്റെ അടുത്തെത്തിയപ്പോൾ അവർ പറഞ്ഞു ഇവിടെ ഗൂഗിൾ പേ എടുക്കത്തില്ല, ക്യാഷ് ആണെന്ന് പറഞ്ഞു. എൻ്റെ കയ്യിൽ ക്യാഷ് ഇല്ലായിരുന്നു, ഗൂഗിൾ പേ ഉള്ളായിരുന്നു. അതുകൊണ്ട് പിന്നെ അടുത്ത കൗണ്ടറിൽ ചെന്ന് ക്യൂ നിൽക്കാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ പിന്നെ ആ സാധനങ്ങളെല്ലാം അവിടെ വെച്ചിട്ട് വന്നു. അവിടെ കുറച്ചുകൂടെ നല്ല സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇവിടുത്തെ തവാനിയിൽ ഫുഡ് കോർട്ട്, ചെറിയ രീതിയിലുള്ള ഫുഡ് കോർട്ടൊക്കെ ഓപ്പണായി. അവിടെ നിന്ന് 2 പഴംപൊരിയൊക്കെ വാങ്ങിച്ച് വീട്ടിൽ വന്നു. വീട്ടിൽ വരാൻ നേരം വഴിയിലൊരു ചേട്ടൻ ഇത് കണക്കത്തെ 5 കളറിംഗ് ബുക്ക് 100 രൂപ, ഒരെണ്ണം 20 രൂപ. അങ്ങനെ ഞാൻ വെച്ച് വേണ്ട, ഇവിടെ ഇഷ്ടംപോലെ കളറിംഗ് ബുക്കും എല്ലാം ഇരിപ്പുണ്ട്. പിന്നെ പുറകെ നടന്ന് ഒരെണ്ണം ഒന്നെടുക്കുക എന്നും പറഞ്ഞ് വന്ന് അങ്ങനെ ഒരു 5 കളറിംഗ് ബുക്ക് 100 രൂപയാണ് ഒറ്റ സെറ്റിൽ 5 എണ്ണം. അങ്ങനെ അതൊക്കെ എടുത്ത് ഇനിയിപ്പോൾ കുറച്ച് നേരത്തേക്ക് ആ കളറിങ്ങിൻ്റെ മുന്നേ അങ്ങ് ഇരുന്നോളും കേട്ടോ. കുറച്ച് നേരത്തേക്കേ ഉള്ളൂ, അവിടെ ഇരുന്നോളൂ.
അതൊക്കെ കഴിഞ്ഞ് ചായ കുടിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരുന്നപ്പം നല്ല മഴക്കോളുണ്ടായിരുന്നു രാവിലെ തന്നെ. നല്ല അടിപൊളി മഴ. അടിപൊളി മഴയെന്ന് വെച്ചാൽ മഴയും ഉണ്ട് കാറ്റും ഉണ്ട്. ഒരു രക്ഷയില്ല. എനിക്ക് ഈ മഴയത്തിറങ്ങി കുളിക്കണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. പക്ഷേ അമ്മ എന്നെ വെട്ടിക്കൊല്ലും. 1, 2 ആഴ്ച കൊണ്ട് എനിക്ക് നല്ല ജലദോഷവും ചുമയും ഉണ്ടായിരുന്നു. പിന്നീട് അത് പനിയായി. ഇന്നലെ ഹോസ്പിറ്റലിൽ പോയി രാവിലെ ട്രിപ്പൊക്കെ ഇട്ട് ഉച്ചയ്ക്കാണ് വീട്ടിൽ വന്നത്. അതിനുശേഷം ഒന്ന് കുറഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഈ മഴയത്തിറങ്ങി അവരെന്നെ കൊല്ലുമെന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷേ എനിക്ക് ഈ മഴയത്ത് കുറേ നാളായി കേട്ടോ മഴയത്തൊക്കെ ഇറങ്ങി കുളിച്ചിട്ട്. പക്ഷേ മഴത്തുള്ളി ഒരു തുള്ളിയെങ്കിലും എൻ്റെ തലയിൽ വീണാൽ എനിക്ക് പിറ്റേന്ന് പനി വരും. അതുകൊണ്ട് മഴയത്ത് തൽക്കാലം മഴയത്ത് ഇറങ്ങുന്നില്ല. എന്നാലും പൊന്നൂട്ടിയുടെ കുടയും കൊണ്ടൊക്കെ ഒന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ച് പൊന്നൂട്ടിയുടെ കുടയൊക്കെ എടുത്തൊന്ന് ഇറങ്ങുവാണ്. പൊന്നൂട്ടിക്കും എൻ്റെ കൂടെ ഇറങ്ങണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പറ്റത്തില്ല, ഇനി നീ പനി പിടിച്ച് കിടന്നാൽ നിന്നെ ആശുപത്രി കൊണ്ടുവരുന്ന എനിക്ക് വയ്യ. ഞാൻ അവിടെ കരഞ്ഞുകൊണ്ട് നിൽക്കണം. ഇനി കാറ്റ് കണ്ടപ്പോൾ അവൾക്കൊരു പേടി കേട്ടാ. അവളോട് അമ്മ ഇറങ്ങല്ലേ ഇറങ്ങല്ലേ, കാറ്റ് അമ്മയെ പറത്തിക്കൊണ്ട് പോകും. ഞാൻ പറയില്ല, എനിക്ക് എന്നെ കാറ്റ് എന്തായാലും പറത്തിക്കൊണ്ട് പോകത്തില്ല എന്നൊക്കെ പറഞ്ഞു. ഇത് ഞങ്ങളുടെ ആമ്പൽക്കുളത്തിൽ നിന്ന് 3 പൂവുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ നിന്ന് ഞാൻ വാങ്ങിച്ച ആമ്പലാണ്. പക്ഷേ അന്ന് തൊട്ട് അവളിൽ നിന്ന് വാങ്ങിച്ചതിൻ്റെ അന്ന് തൊട്ട് അതിനകത്ത് ഒരു പൂവെങ്കിലും ഉണ്ട്. ഇതുവരെയും അത് പൂവില്ലാത്തൊരു ഒറ്റ ദിവസം പോലും ഉണ്ടായിരുന്നില്ല. റോഡിലൊക്കെ നല്ല വെള്ളം കയറി, നല്ല മഴയുണ്ട്, കാറ്റുമുണ്ട്. പിന്നെ ഇടിയും മിന്നലും ഒന്നും വലുതായിട്ടില്ല. കാറ്റ് കണ്ടോ, അടിപൊളി കാറ്റ്. പക്ഷേ ചുറ്റിനും വലിയ മരങ്ങളൊന്നും ഇല്ല. എന്നാലും ഒരു സൈഡിൽ ഞങ്ങൾക്ക് റബ്ബർ നിൽപ്പുണ്ട്, ഒരു 2, 3 പ്ലാവൊക്കെ നിൽപ്പുണ്ട്. അതൊരു പേടിയുണ്ട്, വീട്ടിൻ്റെ മണ്ടയിലാണ് വീഴുമോ എന്നൊരു പേടിയുണ്ട്. വീഴത്തില്ലായിരിക്കും എന്ന് ആണൊരു വിശ്വാസം. മഴ വരുമ്പോൾ ഏട്ടൻ പറയും കടയ്ക്ക് പോയി നിൽക്കുമെന്ന് പറയും. ഞാൻ പറയും വേണ്ട, കടയ്ക്കാണെങ്കിൽ വീട്ടിൽ ചുറ്റും മൊത്തം റബ്ബറാണ്, എല്ലാം കൂടി ആയിരിക്കും വന്ന് വീഴുന്നത്. ഞാനാണെങ്കിൽ വണ്ടി ഇപ്പോൾ കടയിൽ പോയിട്ട് വന്നപ്പോഴത്തേനും നല്ല ചെളിയായിരുന്നു. അപ്പം അത് മഴയത്തൊന്ന് കിടക്കട്ടെ എന്ന് വെച്ചിട്ട് ഇവിടെ ഇട്ടേക്കുവാണ്. മഴ തോന്നിട്ട് ഇനി കൊണ്ടു ചെന്ന് സർവീസ് ചെയ്യണം. കുറച്ച് നാളായി സർവീസിന് കൊടുത്തിട്ട്. എൻ്റെ ലവ് ബേഡ്സ് എല്ലാം തണുത്ത് വിറച്ചിരിക്കുകയാണ്. കഷ്ടം, എല്ലാം മുകളിലൊക്കെ കയറിയിരിക്കുന്നു കേട്ടോ. അവരെ കൊണ്ട് പ്രത്യേകിച്ച് ശല്യമൊന്നുമില്ല. ചില സമയത്തൊക്കെ കിടന്നിങ്ങനെ അലച്ചുകൊണ്ടിരിക്കും, അല്ലാതെ അവർ സൈലൻ്റാണ്. അത് കഴിഞ്ഞ് ദാണ്ട നല്ല കാറ്റിൻ്റെത് എനിക്ക് തോന്നുന്നു നല്ലപോലെ അറിയാൻ പറ്റുമെന്ന് തോന്നുന്നു. എൻ്റെ ക്യാമറയിൽ വെള്ളം വീണ്, അതാണ് ഇങ്ങനെ കാണുന്നത്. ഈ ഒരു ചെറിയുടെ ഈ ഒരു ചെടി വെട്ടിക്കളയണമെന്ന് കുറേ നാളുകൊണ്ട് വിചാരിക്കുന്നു. പക്ഷേ അത് നിറച്ച് കായാണ്. ഇത്രയും കാ നിൽക്കുമ്പം അതെങ്ങനെ വെട്ടിക്കളയാം? ഞാനും അമ്മയടുത്ത് പറഞ്ഞു, അമ്മ നമുക്കതങ്ങ് വെട്ടിക്കളയാം, ഇങ്ങനെ കാട് പോലെ നിൽക്കുന്നു. പക്ഷേ നിറച്ച് ചെറി നിൽക്കുമ്പോൾ അത് വെട്ടിക്കളയാൻ തോന്നില്ല. നല്ല മഴയുണ്ട്. മേലത്തെ ജാസ്മി ചേച്ചിയൊന്നും അവിടെ ഇല്ല, ചേച്ചി മലപ്പുറത്ത് പോയേക്കുവാണ്. നല്ല മഴ. അപ്പോൾ ഇനി തൊട്ട് എന്നും അങ്ങോട്ട് മഴയായിരിക്കുമെന്ന് തോന്നുന്നു. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ലവ് യു ആൻഡ് ബൈ ബൈ.